ഹലോ കൂട്ടുകാരെ, കലാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അത് എനിക്ക് ഭയങ്കര തിരക്കായിപ്പോയ കുറച്ച് ദിവസങ്ങളായതുകൊണ്ടാണ്. പക്ഷേ അന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു സ്വപ്നം പൂവണിഞ്ഞൊരു കാര്യമാണ് നിങ്ങളെ കാണിക്കുന്നത്. 10-20 വർഷമായിട്ട് എൻ്റെ മനസ്സിൽ ചെറുതാണെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിൽ നിന്നാണ് ഞാനിതാ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ചെറിയ ഷോപ്പ് ഞാൻ എടുക്കുന്നതും അത് ഓപ്പൺ ചെയ്യുന്നതും. അപ്പം ഇന്ന് എൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഡേ ആണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ഈ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെ ഞാനും പല തവണ പല സ്ഥാപനങ്ങളിൽ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ വർക്ക് ചെയ്തതിൻ്റെ അന്നത്തെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹമാണ് എൻ്റെ ഒരു ചെറിയ ഷോപ്പ് ഇടണമെന്നുള്ളത്. ഇന്നാണ് എനിക്ക് അതിന് പറ്റിയൊരു കൂട്ടുകാരിയെ കിട്ടിയത്, ഗീതു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ്. അപ്പം ഞങ്ങൾ രണ്ടുകൂടെ ചേർന്നിട്ടാണ് വായനശാല ജംഗ്ഷൻ വള്ളിക്കോട് ഈ ഒരു കട എടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഓൺലൈൻ ഡ്രസ്സിൻ്റെ ബിസിനസ്സും, പിന്നെ ഞങ്ങളൊരു കുറച്ച് ലോട്ടറിയുടെ കച്ചവടവും, പിന്നെ ഞങ്ങളൊരു പാക്കറ്റ് ബിരിയാണി, അങ്ങനെ ഒരു 3 ഐറ്റം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം വന്നെത്തി. ഞങ്ങൾ ഉദ്ഘാടകനായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തത് എൻ്റെ എൻ്റെ വല്യച്ഛൻ്റെ മോൻ്റെ മകനെയാണ്, കണ്ണന്. അവനെ കൊണ്ടാണ് ഞങ്ങളിത് ഓപ്പൺ ചെയ്യിക്കുന്നത്. ഫസ്റ്റ് സെയിൽ ഞങ്ങളുടെ അടുത്തുനിന്ന് ലോട്ടറി എടുക്കുന്നത് ഞങ്ങളുടെ ചേട്ടനാണ്. അപ്പം അങ്ങനെ അന്നത്തെ ദിവസത്തെ തിരക്കാണ് നിങ്ങളെ ഈ കാണിക്കുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ സംരംഭത്തിൽ എൻ്റെ കൂടെ നിൽക്കണം, എന്നെ അനുഗ്രഹിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഈ ഒരു ചെറിയ സംരംഭത്തിൽ നിന്ന് വളർന്ന് വലുതാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാനും ഗീതവും കൂടി നടത്തുന്ന ഈ സ്ഥാപനത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹ ആശിസ്സുകൾ ഉണ്ടാവണം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഞങ്ങളെടുത്ത എഫേർട്ടുകളും ഈ ഒരു ഷോപ്പ് ഞങ്ങൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്നും, ഒരു 5 പൈസ കയ്യിലില്ലാതെ നിൽക്കുന്ന ഒരു സമയത്ത് ഇതെങ്ങനെയാണ് ഞങ്ങൾ ഈ ഷോപ്പ് ഞങ്ങൾ സ്വന്തമാക്കിയതെന്നും ഒക്കെയുള്ള കഥകൾ ഞങ്ങൾ നിങ്ങളെ പുറകെ അറിയിച്ചു തരുന്നതാണ്. അപ്പോൾ എൻ്റെ ആ ഒരു ഷോപ്പിന് വേണ്ടി ഞാൻ നടത്തിയ ഓരോരോ മൊമെൻറ്റുകളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിക്കും. എനിക്ക് കാണിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ, എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇത് 3 ദിവസമായി. ഇത് 3 ദിവസം മുമ്പുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ 3 ദിവസവും സക്സസ് ആയി തന്നെ എൻ്റെ ഞങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളുടെ ഓൺലൈൻ ഡ്രസ്സിൻ്റെ അതിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ശ്രീവസ്ത്ര. ഞാൻ നിങ്ങളെയൊക്കെ പലതവണ കാണിച്ചിട്ടുള്ളതാണല്ലോ. എൻ്റെ ഡ്രസ്സും അതിൻ്റെ കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഈ ശ്രീവസ്ത്ര എന്നുള്ള പേര് തന്നെ എൻ്റെ സ്ഥാപനത്തിന് വേണ്ടി സജസ്റ്റ് ചെയ്തതും എല്ലാം ഗീതവും മാളും കൂടിയാണ് അതെല്ലാം റെഡിയാക്കിയതും. പിന്നെ അങ്ങനെ എന്നെ കാണിച്ച് ചേച്ചി ഇങ്ങനെ പോരെയും ചോദിച്ചു. ഞാനത് സമ്മതിച്ചു. അതിൻ്റെ ലോഗോ ഉണ്ടാക്കിയതും അവർ രണ്ടുപേരും കൂടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇതായപ്പോൾ നമുക്ക് ഷോപ്പിനൊരു ബോർഡ് വെക്കണം. അപ്പോൾ ഒരു പേര് വെക്കണം. അപ്പോൾ അതിന് വലിയ രീതിയിലുള്ള ബോർഡ് വെക്കാനെന്നുള്ളൊരു സാമ്പത്തിക ശേഷിയൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ലാഞ്ഞതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഒരു ഫ്ലെക്സ് അടിച്ചിട്ട് അത് എന്താ പറയുക, നമ്മുടെ ആ കടയുടെ ഫ്രണ്ടിൽ വലിച്ച് കെട്ടാമെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പക്ഷേ അന്നേരം വേഗം തന്നെ ഗീതുവിൻ്റെ അച്ഛന് അതിലിടപെട്ടു. അങ്ങനെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടും കൂടി വന്നു. അപ്പോൾ അതിന് ഷോപ്പിൻ്റെ മേലെ ഉണ്ടായിരുന്നൊരു ബോർഡ് അഴിച്ചു മാറ്റിയിട്ട് അവർ തന്നെ അതെല്ലാം കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് അതെല്ലാം റെഡിയാക്കി നല്ല അടിപൊളി ഒരു ബോർഡ് സെറ്റപ്പാക്കി ഞങ്ങൾക്ക് വെച്ച് തന്നു. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് അത്രയും വലിയൊരു ബോർഡ് വെക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും എന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു ഞങ്ങളോട്. അപ്പോൾ അത് ഞങ്ങൾക്ക് ദൈവം അങ്ങനെ ആ രീതിയിൽ തന്നെ ഞങ്ങൾക്കത് റെഡിയാക്കി തന്നു. പിന്നെ ഞങ്ങളുടെ ലോട്ടറിക്ക് ഒരു പേര് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ ലോട്ടറിയുടെ പേരും ഞങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ ലളിതമായിട്ട് ഞങ്ങളുടെ 2 പേരുടെയും കൂടെ പേര് ചേർത്ത് ശ്രീഗീതം ലോട്ടറീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ലോട്ടറിക്ക് പേര് ഞങ്ങൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആ ഒരു ചെടി പോലും അതുപോലും വെക്കുന്നതിന് അത്രയ്ക്കും ഞങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരുടെയും കൂടിയിട്ടുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ പറ്റിയത്. ഇത് ഞങ്ങൾ തുറക്കാൻ ഉദ്ദേശിച്ച സമയത്ത് നമ്മളോട് സ്നേഹമുള്ള തന്നെ പല ആൾക്കാരും നമ്മളോട് പറഞ്ഞ് സ്വന്തമായിട്ടൊരു കടയെന്നൊക്കെ പറയുന്നത് ഭയങ്കര റിസ്ക് അല്ലേ, നമുക്കിപ്പോൾ കച്ചവടം നടന്നാലും ഇല്ലെങ്കിലും നമ്മൾ വാടകയൊക്കെ കൊടുക്കണ്ടേ, അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷേ ആ റിസ്ക് ഞങ്ങൾ 2 പേരും കൂടി അങ്ങ് ഏറ്റെടുക്കാൻ തയ്യാറായതാണ്. കാരണം ചെറുകിട സംരംഭങ്ങൾ വിജയിക്കുന്നതിന് പിന്നിൽ ശരിക്കും ഈ ഒരു റിസ്ക് എടുത്താലേ നമുക്കിന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. നമ്മളൊന്നും ചെയ്യാണ്ട് വീട്ടിലിരുന്നാൽ നമുക്കൊന്നും ആവാൻ പറ്റത്തില്ല. അപ്പോൾ റിസ്ക് എടുക്കുന്നവർക്ക്
വിജയമുള്ളൂ. അപ്പോൾ ആ ഒരു റിസ്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് ഏറ്റെടുത്തതാണ്. പക്ഷേ ഈ റിസ്ക്കൊക്കെ ഞങ്ങൾ ഏറ്റെടുത്താലും നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഇതിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇതിൽ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ഐറ്റംസ് എല്ലാം മോഡലെല്ലാം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ ഐറ്റം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് തന്നാൽ മതി. ഞാൻ നിങ്ങളുടെ ഒന്നുകിൽ വീട്ടിലെത്തിച്ച് തരാം, എനിക്ക് പറ്റുന്ന പരിധിക്കുള്ളിലാണെങ്കിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ തന്നാൽ ഞങ്ങൾ അയച്ചു തരാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിജയിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളും കൂടി ഞങ്ങളോട് സഹകരിക്കണം. ലോട്ടറിയും ബിരിയാണിയും എല്ലാം കൂടി നമ്മുടെ ഷോപ്പിലേക്ക് ഉൾക്കൊള്ളിച്ചപ്പം എല്ലാവരും ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളെ കൊണ്ട് രണ്ടുപേരെ കൊണ്ട് തന്നെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് പാക്ക് ചെയ്തൊക്കെ കൊണ്ടുവരണ്ടേ, അപ്പോൾ അതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് പലരും ഞങ്ങളോട് ചോദിച്ചായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഫാമിലിയിലുള്ളവർ ഞങ്ങളെ അത്രയ്ക്കും സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്കതൊരു വലിയ പ്രയാസമായിട്ട് തോന്നിയില്ല. ഇന്ന് 3-ാമത്തെ ദിവസമാണ്. അപ്പം എൻ്റെ മോളാണെങ്കിൽ പഠിക്കുകയാണ്. എന്നിട്ടും ശരി, ഞാൻ രാവിലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി പിന്നെ കൊണ്ടുപോകുന്ന സമയത്തേക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അവൾ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ രാവിലെ ആണെങ്കിൽ ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കുന്ന ടൈമിൽ ഗീതുവിൻ്റെ ഷോപ്പ് തുറക്കാൻ പോകണം. അപ്പം മാളും കൂടിയാണ് ഗീതുവിൻ്റെ കൂടെ പോകുന്നത്. പോയിട്ട് രണ്ടുപേരോടാണ് ഷോപ്പൊക്കെ തുറക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലുള്ളവർ അത്രയ്ക്കും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ആദ്യം വിചാരിച്ച് കുറച്ച് ബിരിയാണി വെച്ച് കടയിൽ വെക്കാം എന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറ്റാത്ത രീതിയിലുള്ള ഓർഡർ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഈ 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കിന് അക്കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര സക്സസ്ഫുള്ളായി. പിന്നെ നമ്മളിപ്പോൾ ഒരു ഷോപ്പിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു രീതിയിലല്ല, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാമിലിക്ക് കഴിക്കാൻ എങ്ങനെയാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതേ ഒരു രീതിയിൽ അതേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പിന്നെയും ഞങ്ങൾക്ക് ഓർഡറുകൾ കൂടുതൽ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ കിച്ചണിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തുവാണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു പുതിയ സെറ്റപ്പ് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആലോചന തന്നെ ഞങ്ങൾ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിരിയാണി വേണമെങ്കിലും എന്നെ വിളിക്കണം. 100 രൂപയാണ് ബിരിയാണിക്ക് വില വരുന്നത്. ഒരു പാക്കറ്റിലാണ് അത് തരുന്നത്. അപ്പം അതിലും ദൈവം സഹായിച്ചിട്ട് ഞങ്ങൾ സക്സസ് ആവുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളെ പിന്തിരിപ്പിക്കാനും അല്ലെങ്കിൽ സക്സസ് ആവുമോ എന്ന് സംശയം പറയാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ നമ്മൾ റിസ്ക് എടുക്കാൻ നമുക്ക് അതിനുള്ള ഫലം ഉണ്ടാവും. അപ്പം ഇനി ഇതുപോലുള്ള നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.